ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ക്ലീനിങ് ആട്ടോ, ഒരു വൃത്തിയാക്കൽ. വൃത്തിയാക്കുന്ന എവിടെയെന്നറിയോ? എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള റോഡ് സൈഡ്. എൻ്റെ ചെടി ഭ്രാന്തോണ്ട് ഞാൻ കുറേ ചെടികൾ അങ്ങ് നട്ടിരുന്നു. നട്ടങ്ങ് അധികമായിപ്പോയി, കാട് പോലെ. ഇപ്പോൾ കാട് പോലെ ആയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളെങ്ങാനും ഒന്നുകൂടി നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഞാനത് ഏറ്റവും പൂക്കളെല്ലാം വെട്ടി മാറ്റി ക്ലീനാക്കിയിട്ട് ഞാൻ അവിടെ എന്താ ഇനി നടാൻ പോകുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നവീൻ കണ്ടില്ലേ, ഇതാണ് റോഡ്. കണ്ടില്ലേ, റോഡ് സൈഡിൽ പൂക്കളൊക്കെ ഉണ്ട്, നന്നായിട്ട് പൂത്തിട്ടൊക്കെ ഉണ്ട്. പൂക്കളെ കുറച്ച് കുറഞ്ഞു, നിറയെ വിത്തായി മാറിയതാ. ഇതെല്ലാം പൂക്കളൊക്കെ മാറ്റുക. ഇനി ഒന്നും വേണ്ട, ഇനി ബോഗൺവില്ല മതി. ഇനി ഇങ്ങനെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസ. റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് വരെ പ്രയാസ. പക്ഷെ പൂക്കളെ ആസ്വദിക്കുക, പറഞ്ഞിട്ട് കാര്യമല്ല, ധൈര്യമല്ല. എന്തെങ്കിലും ജീവികളൊക്കെ ഒളിച്ച് നിന്നാലേ. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് ക്ലീനാക്കുക. എൻ്റെ സാൽവിയൊക്കെ നല്ലോണം തിളങ്ങിയിട്ടുണ്ട്. സാൽവിയ ഉണ്ടോ, എല്ലാം വെട്ടി മാറ്റട്ടെ. മേലെ പൂക്കളാണ്, അത് പിന്നെ പ്രയാസങ്ങളില്ല. മേലത്തെ ഞാൻ അവിടെ വെക്കും. നമുക്ക് കാണാൻ ചെത്തി വൃത്തിയാക്കുന്ന പുല്ലല്ലേ. പിന്നെ ചെടി വെട്ടിയതെല്ലാം ഞാൻ ഈ ഗ്രോ ബാഗിൽ, സിമെൻറ്റ് ചാക്ക് ഗ്രോ ബാഗ് പോലെ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് അങ്ങ് നിറക്കുക എല്ലാത്തിനും. ഇതെൻ്റെ പഴയതാട്ടോ, ഒരു പ്രാവശ്യം കൃഷിയെടുത്ത് ഒഴിവാക്കിയതാ. ഇതിലേക്ക് നിറക്കുക. എന്നാൽ നമുക്ക് ചെടിയും നടാം, എന്തെങ്കിലുമൊക്കെ നടാം. പച്ചക്കറിയാണ് നടാൻ ഉദ്ദേശിച്ചത്. ഇനി കോളിഫ്ലവർ നട്ടാലേ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ കോളിഫ്ലവർ കൊണ്ടുവച്ചിട്ടുണ്ട് തൈ. അപ്പം അതും കൂടി നമുക്ക് രണ്ട് ഉപകാരമാവും. ഇതൊക്കെ എൻ്റെ റോട്ട് വന്ന് ഇങ്ങോട്ടേക്ക് മുറ്റത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന പിന്നെ ബോഗൺവില്ല കേട്ടോ. ഇതവിടെ വെക്കും. ഇതിൻ്റെ മരട് പുറത്താണ്, അപ്പം അതവിടെ വെക്കും. ഇതിനോട് ശല്യമല്ല, അത് മുന്നോട്ട് ഇങ്ങോട്ടേക്ക് തൂങ്ങിക്കുകയാണല്ലോ. ശല്യമുള്ളത് താഴെയുള്ളത് നമുക്ക് കാണാൻ പറ്റാതെ നിറയെ പുല്ലും ഒക്കെ മുളച്ചതാ. ഇതും ഞാൻ റോഡ് സൈഡിൽ പുറത്ത് നട്ടതാണ്. ഇപ്പം ബോഗൺവില്ല രാജാക്കന്മാരാകുന്ന സമയം. അപ്പോൾ ഈ നവംബർ തൊട്ടിട്ട് ജൂണ് വരെ തന്നെ പറയാം. ഇപ്പം തുടങ്ങി, ഇപ്പം ഡിസംബർ അല്ലേ, തുടങ്ങി പൂവിടാൻ തുടങ്ങി. പലതരം കളറുണ്ട് എൻ്റെ അടുത്ത്. ഇനി ഇത് മതി എന്ന് ഞാൻ തീരുമാനിച്ച്, പുറത്ത് ഇത് മതി. ഈ മെലസ്റ്റോമിയും പുറത്തള്ള കിട്ടോ, മരം പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മരട് പുറത്താ, ഇങ്ങോട്ടേക്ക് തൂങ്ങി നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. മുറ്റത്തേക്ക് എന്താ വെട്ടൽ ആരംഭിച്ചു. ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ എത്രയാ ഉള്ളത്, നിറയെ. ഇതിങ്ങനെ ഞാൻ ഗ്രോ ബാഗിൽ നിറക്കാനുള്ള പാകത്തിൽ അങ്ങ് നുറുക്കി കളയാ. ഓ, എത്രയാ പൂവും മൊട്ടാണ്. എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ വെട്ടുന്നതിന്. നിങ്ങൾക്കും സങ്കടം ഉണ്ടാവും ഇത് കണ്ടാൽ. പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടാവും. ചില നെഞ്ഞി പൊട്ടുക അറിയില്ല അങ്ങനെ. ഇത് വേറെ ഇടമാണെങ്കിൽ ഇതാണ് നിന്നോളി. ഇത് മുൻഭാഗത്ത് വെയിലും നോക്കി നട്ടതാ പറ്റിയത്. ഒക്കെ നുറുക്കി കളയുന്നുണ്ട്. ഇനി ഇവിടെ നിറച്ചും ഉണ്ടാവും, തൈ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ പ്രശ്നം. ഈ പുല്ലൊന്നും ഞാൻ കാണാണ്ടായി. നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സങ്കടം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അതൊക്കെ ഗ്രോ ബാഗ് നിറക്കാൻ ഇഷ്ടം പോലെ കിട്ടി. ഈ വെട്ടിറ്റത് ഇപ്പം തന്നെ ഗ്രോ ബാഗിൽ അങ്ങ് നിറക്കുക. അവിടെ ഒഴിഞ്ഞും കിട്ടിക്കോളൂ. അപ്പം പണിയും തീർക്കുക. ഗ്രോ ബാഗിൽ ഇങ്ങ് നിറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വള. നടുന്ന ചെടികൾക്ക് വളം അന്വേഷിച്ച് നടക്കണ്ട. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്നൊക്കെ പറയല്ലേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും രമോ, ഓരോരുത്തർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല തണ്ട, മുളക്കാൻ ഒത്ത തണ്ട. ഇതൊക്കെ അങ്ങോട്ടേ വളയിക്കോളും. മണ്ണം കിട്ടി കഴിഞ്ഞാൽ
ഇതൊക്കെ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടായതല്ലേ. അതിന് നമുക്ക് അടുത്ത ചെടിക്ക് കിട്ടിക്കോട്ടെ. ഒക്കെ പണി അപ്പം എടുത്താൽ നമുക്ക് നല്ല സുഖമാണ്. അതിൻ്റെ ഇടയിൽ ബോഗൺവില്ലൻ്റെ കമ്പ് ഭയങ്കര ഉറപ്പാണ്. അതിൻ്റെ മുള്ള് അത് ഒരുത്തി വെച്ച് കത്തിക്കാന്ന് വിചാരിച്ചതാ, മുള്ള് മാത്രം, അല്ലെങ്കിൽ കൈക്ക് തറച്ച് കളിയ. ഞാൻ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിയില്ല. ഞാൻ ലോ ശ്രദ്ധിക്കുന്നുണ്ട്. ചീഞ്ഞ സ്ഥലമൊന്നും അല്ലല്ലോ. ഓരോന്നിന് നിറക്കുക, മാക്സിമം കുത്തി അങ്ങ് നിറക്കുക. 5 എണ്ണത്തിൽ നിറക്കട്ടെ. ഇതൊക്കെ നല്ല സുഖം. അങ്ങനെ കൊത്തിതാ എല്ലാം വൃത്തിയാക്കി ഒരു വിധാകുമ്പത്തിലേക്ക് ആ തളർന്നും ചെയ്തു. ഇങ്ങനെ എല്ലാം കൊത്തി വൃത്തിയാക്കി കാടങ്ങ് പോയി. ഞാൻ പണിയെടുക്കുമ്പോഴേക്ക് കിതപ്പ് വന്നു. എങ്ങനെയുണ്ട്? എന്തോ ഒരു കാടായിരുന്നു. കാട് മൊത്തം ചെത്തി കോരി നോക്കുമ്പോൾ ബോഗൺവില്ലനെ തിളങ്ങിയ പോലെ അടിപൊളിയായിന്. ഇനി ഇതെല്ലാം ചാക്കിലാക്കണം. കുറേ പണിയുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല, പണി ധാരാളം ഉണ്ട്. ഇതെല്ലാം നീ ചാക്കിലാക്കുക. ഒരു പുല്ലും ഞാൻ കളയൂല. പുല്ലെല്ലാം ഞാൻ വളാക്കി മാറ്റും. അങ്ങനെ മൊത്തം ഞാനിവിടെ ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പോക്കിയത്. പുല്ലൊക്കെ എത്ര ചാക്കിൽ പുല്ല് ഇറക്കാണ്ട്. എനിക്ക് പുല്ല് എത്ര കിട്ടിയാലും ഇഷ്ടമാണ്. കരിയിലും പുല്ലും ഒന്നും ഞാൻ വിടൂല. ഒക്കെ എനിക്ക് വള. ഞാൻ 2 എണ്ണം അവിടെ വെച്ചു. ഇതവിടെ വെച്ച്. പിന്നെ വേറൊന്ന് കാണിച്ചു തരാം. ഈ പൂക്കൾ എങ്ങനെ നമ്മൾ കൊല്ലുന്നത് അത് വിചാരിച്ച് ഞാൻ അവിടെ വെച്ചതാ. ഈ പൂവ് അവിടെ വെച്ച്, ബാക്കിയുള്ളതൊക്കെ കണ്ടില്ലേ, എല്ലാം വൃത്തിയായി. ഇനി പുല്ലെല്ലാം ചാക്കിലാക്കട്ടെ. ഞാനിങ്ങനെ വെട്ടി നന്നാക്കുമ്പോൾ ചെടികളെല്ലാം വെട്ടി പോക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും എന്നെ പോലെ ചെടി ഭ്രാന്തന്മാർ കണ്ടിങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് കൊടുക്കരുന്നു, ഇതിന് കൊല്ലണ്ടില്ലേന്നു ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പണിയെടുക്കുമ്പോൾ എനിക്ക് 5-6 ആൾക്കാരെ എനിക്ക് കിട്ടി. ഇത് റോഡ് സൈഡാണല്ലോ, കുറേ പേർക്ക് വേണം. എടുത്തു വെച്ച് കുറേ എടുത്തു വെച്ചു. ഇനിയുണ്ട് എടുത്തു വെക്കാൻ. ഇനി ഇതിലുണ്ട് ബോഗൺവില്ല കൊമ്പെല്ലാം കൊടുക്കണം. അപ്പം അവർ ചോദിക്കുന്നത് ബോഗൺവില്ലാന്ന് ചെണ്ടുമല്ലിൻ്റെ വിത്തല്ലേ മുളക്കുള്ളൂ, മറ്റേത് മുളക്കുമോ. ഞാൻ പറഞ്ഞു ഞാൻ മുഴുവൻ കമ്പാ നട്ട് ഇതെല്ലാം ഞാൻ വെട്ടി പോക്കിയത്. അപ്പം അതും കൊടുക്കണം. വയറ്റ് പോണ്ട, ഓരോടുത്ത് നിന്നോട്ടൊക്കെ എൻ്റെ അയൽവാസികൾ തന്നെയാ. നല്ല മൊത്തം ചെത്തി കോരി പരത്തി അങ്ങ് ഇട്ടിട്ട് ഞാൻ പിന്നെ അടുക്കള പണിക്ക് പോയി. അവ പാടല്ലേ നമുക്ക് ഇതിലൂടെ ചോറും കറി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അൽക്കാൻ വെയിൽ കൊണ്ടപ്പോൾ ഫസ്റ്റാട്ടോ ഇത്. ഞാൻ കുറേ നിറച്ച് വെച്ചുണ്ട്. ഇതൊക്കെ നിറച്ച് വെച്ചതാ. വേഗം കിട്ടുന്നുണ്ട്. ഒരു അധ്വാനമല്ല, മണ്ണും കിട്ടുന്നുണ്ട്. ഞാനിനി ഇങ്ങനെയുള്ള ചാക്കിൽ നിറക്കട്ടെ. നിറച്ചിട്ടേക്ക് വേറെ പരിപാടി ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലുക്കും ഞങ്ങളെ കാണിക്കുമ്പോൾ എന്തേനി ഇതിൻ്റെ തുടക്കം, നീ രാവിലെ ഇതിൻ്റെ അവസ്ഥ ഇപ്പം നോക്കി എന്തൊരു ഭംഗിയായി. ഞാൻ വന്ന് ഓടിച്ചിരുന്നാലും ഒരു രക്ഷയില്ല, ഒക്കെ വൃത്തിയായി പോയി. ഞാൻ ചാക്കിൽ നിറക്കട്ടെ. ഞാൻ ഒരു ചാക്കിലാക്കി കുത്തി അമർത്തി വെക്കുക. അത് ഒന്ന് ചീഞ്ഞ് ഓൺലൈൻ കട്ട് നമുക്ക് ഇതെല്ലാം കൂടെ പച്ചടിനേക്കാൾ നല്ലത് ഉണക്കിടുന്നതാണ്. ഇത് ഉണങ്ങിയത് ഇല കൂട്ടി നിറക്കട്ടെ. കൊമ്പുകളാണ്
പൂക്കളൊക്കെ പോയതിന് സങ്കടം. ഇവിടെ നോക്കുമ്പോ സങ്കടാട്ടോ. എന്ത് ചെയ്യാനാ? അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ബോഗൺവില്ല എന്നെ ബുദ്ധിമുട്ടാക്കുന്നതാ. ഇങ്ങനെയുള്ള കമ്പ് വെട്ടിച്ചിട്ട് നിറച്ച് മുള്ളായി വേദന. ഞാൻ ഇത് ഫുള്ള് നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തായിരുന്നു രാവിലെ മൊത്തം ചെത്തിയിട്ട് പുല്ലും കെട്ടിട്ട്. പുല്ലൊക്കെ കണ്ടോ? ഇത്ര ചാക്കില പുല്ലിട്ട് അറിയോ? 1 2 3 4 5 6 7 8 9 സിമന്റ് ചാക്ക് കുട്ടിയിൽ നിറച്ച്. ഒന്ന് വലിയ ചാക്കിൽ നിറച്ചിന് തീരയിട്ട്. ഇനി ഇതെല്ലാം ഞാൻ ഇവിടെ കടിച്ച് വാരി ഇവിടെ നീളത്തിൽ വെച്ചിട്ട് ഞാൻ നടുക കേട്ടോ. ആ നടുന്ന് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പം നല്ല സൂപ്പറായിരിക്കും. ചെത്തി കോരി മിനുക്കി പുല്ലൊക്കെ പോക്കി ചാക്കിലാക്കി കുറേ നടാൻ വേണ്ടിയിട്ട് സിമെന്റ് ചാക്കിലാക്കി. ഇനി ഒരു ക്ലീനിങ്ങാ. എനിക്കെല്ലാം കഴിഞ്ഞാലൊന്ന് അടിച്ച് വരണം. അടിച്ച് കാര്യാലുണ്ടല്ലോ ഒരു പ്രത്യേക ലുക്കായി കാണാൻ. നനച്ചിന് കേട്ടോ. അവിടെ നനച്ചിന്. ഇത് റോഡ് സൈഡാ. ഇനി ഈ റോഡ് സൈഡിലൂടെ പോകുന്നവർക്ക് നല്ല ഹരായിരിക്കും. കാരണം ഇന്നലെ വരെ ഇവിടെ കാട്. ഇന്ന് കാടില്ല. നല്ല അടിപൊളി. ഞെട്ടിയിട്ടുണ്ടാവും പുതിയ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ. ഞാൻ പണിയെടുക്കുന്നതൊന്നും ആരും കണ്ടിട്ടുണ്ടാവൂല. ഒക്കെ ആരുമില്ലാത്തപ്പോൾ രാവിലെ സ്കൂൾ പോകുന്ന മക്കൾ, മദ്രസ് പോകുന്ന മക്കളൊക്കെ ഇവിടെ ഇതിൽക്കൂടെ ധൈര്യമായിട്ട് നടക്കാലോ. പാമ്പിനെ ചുറ്റി കാണാതൊക്കെ ഉണ്ടാ. നല്ല സൗകര്യത്തിൽ നടക്കാം. എന്താ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ചൂല അതിന് ഫസ്റ്റാട്ടോ. ഇതെന്താ അറിയാം? ഇത് ഈർക്കിളി ചൂല. ഈ ഈർക്കിളി ചൂല് ഒരിക്കലും നൂല് പോരൂല. നല്ല ഉറപ്പുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അതിന് പറ്റിയതാ, ഈ പണിക്ക് പറ്റിയതാ ഈ ചൂല്. ഇനി ഞാൻ കാണിച്ചു തരുന്നു. ഒന്ന് വന്ന് നോക്കി ഞാൻ എന്താ നട്ടെന്നുള്ളത് കേട്ടോ. എന്താ കണ്ടോ എങ്ങനെയുണ്ട്? കോളിഫ്ലവർ ഞാൻ സിമൻറ്റ് ചാക്ക് അറിയാലോ, അടി റൗണ്ടൊക്കെ ആക്കി വെച്ച സിമൻറ്റ് ചാക്കാണ്. അപ്പം അതിൽ പുല്ലൊക്കെ നിറച്ച് കൂത്തി നിറച്ച് കുറച്ച് മണ്ണിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇവിടുത്തെ പുല്ല് ഇവർക്ക് തന്നെ കൊടുത്തു. 1 2 3 4 5 6 7 8 9 അങ്ങനെ ഇന്ന് 9 കോളിഫ്ലവർ നട്ടു. ഈ പരിസരം മൊത്തം വൃത്തിയായി. എന്തെല്ലാം ഗുണങ്ങൾ ഇന്നുണ്ടായി. ഇതിപ്പോൾ ഒരു പണിക്കാളെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, ഇവരിങ്ങനെ പണിയെടുക്കൂ. ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് പണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ പണിയെടുക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ 8 9 കോളിഫ്ലവർ നട്ടു. പുല്ലൊക്കെ വൃത്തിയാക്കി. ഇനി കുട്ടികൾക്ക് കണ്ണു മുറുക്ക ചൊമ്പി നടക്കാം. അത്രക്കും സൗകര്യമാക്കി. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കൂട്ടോ. ഒരു ലേഡി, ഒരു വീട്ടമ്മ വിചാരിച്ചാൽ മതി മുൻഭാഗം വൃത്തിയാക്കാൻ. ഇത് റോഡ് സൈഡാണ്, സർക്കാരിൻ്റെ ആണ്. അവർ നന്നാക്കട്ടെ എന്നൊന്നും വിചാരിക്കണ്ട. അവനവൻ്റെ മുമ്പ് അവനവനങ്ങ് നന്നാക്കുക. ഞാൻ അങ്ങനെയാണ്. എൻ്റെ മുമ്പ് ഇതാ നിറച്ച് പൂച്ചെടിയെല്ലാം പിടിപ്പിച്ചു. എൻ്റെ പൂക്കളെല്ലാം നിലത്തുള്ള പോക്കിയിട്ടോ ഫുള്ള് പോക്കി. ഞാൻ എന്ത് ചെയ്യാൻ? അതിലെനിക്ക് സങ്കടമുണ്ട്. അതിപ്പോൾ എല്ലാവരും പൂക്കളെ സ്നേഹിക്കുന്നവരെ നെഞ്ച് പൊട്ടും ഞാൻ ഇന്ന് വെട്ടിയിട്ട് കണ്ടാൽ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഞാൻ ഈ വെട്ടുമ്പോൾ 5-6 ആൾക്കാർ എല്ലാവരും പീസ് കൊണ്ടുപോയി. ആ ഒരു സന്തോഷം തന്നെയല്ലേ. നമ്മളെ ചെടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിക്കോളല്ലോ, ഉണങ്ങി പോകില്ലല്ലോ. ഇതെല്ലാം അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് എനിക്ക് ഒരടിപൊളി ക്ലീനിങ്, ഒരു പണിയെടുക്കലുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. ഈ ഒരു നടിയിലും കഴിഞ്ഞു. ഇനിയുണ്ട് കോളിഫ്ലവർ നടാനുണ്ട്. ഇനിയുണ്ട്. നാളെ ഞാൻ നടും. ഞാൻ ഇന്ന് എടുത്ത പണികളൊക്കെ കണ്ടല്ലോ. അടിപൊളിയല്ലേ? ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരണം അവിടെ അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.